5th സ്റ്റാൻഡേർഡ് മാത്സ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് 3 2025-26 മാത്സിൻ്റെ ആൻസർ കീ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇഫ് 28 × 15 = 420, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 28 × 14? അപ്പോൾ ഒരെണ്ണം കുറയും. അതായത് ഇവിടെ 25 × 15 ആണ്, 28 15 ടൈംസ്, ഇവിടെ 28 14 ടൈംസ്. അപ്പോൾ ഒരു 28 മൈനസ് ചെയ്യുക ഏതിൻ്റെ അകത്ത്, നമ്മുടെ ഈ ആൻസറിൻ്റെ അകത്ത്. അതായത് ഒരു 28 കുറവായിരിക്കും. ഇവിടെ 15 25 28 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കുറവ്. അപ്പോൾ 420 മൈനസ് 28 എന്ന് ചെയ്താൽ മതി. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിവിഷൻ ഫില്ലിംഗ് ദ മിസ്സിംഗ് വൺസ്. ഇതുപോലുള്ള ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 8 കൊണ്ട് 192നെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന നമ്പർ 10, 20, 30, 40 അങ്ങനെയുള്ളതാണ്. അപ്പോൾ 8 × 20 160 വരും. പിന്നെ അത് ബാലൻസ് 32 8 4 ടൈംസ് ആണ് 32. 20 + 4 24 ഇവിടെ വരും. 192നെ ഏതിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8നെ കൊണ്ട്. റിമൈൻഡർ 0. Question 2 has 2 parts, 2A and 2B. Answer any one. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ ആൻസർ എഴുതണ്ടൂ. ഇനി നിങ്ങൾ രണ്ടെണ്ണം എഴുതി പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ടീച്ചേഴ്സ് കൂടുതൽ മാർക്ക് ഏതിനാണോ അതാണ് സെലക്ട് ചെയ്യുക. 13 liters ഓഫ് മിൽക്ക് വാസ് ഫിൽഡ് ക്വാണ്ടിറ്റി ഇൻ 4 bottles. 13 ലിറ്റർ മിൽക്ക് ഉണ്ട്, അത് 4 ബോട്ടിൽസിലാക്കി മാറ്റുന്നു. 1 bottle ഓഫ് മിൽക്ക് വാസ് ഗിവൺ ടു നീമ. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ലിറ്റേഴ്സ്? ദ നീന ഗുഡ്. അപ്പോൾ ഇവിടെ ഇപ്പം 13 ലിറ്റർ ആണുള്ളത്, 4 ബോട്ടിൽ ഉണ്ട്. 13/4 ലിറ്ററാണ് നീമക്ക് കിട്ടിയത്. ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 5/8 പാർട്ട്. ഒരു റെക്റ്റാങ്കിൾ വരിക, അതിനെ 8 പാർട്ടാക്കുക, അതിൽ 5 പാർട്ട് കളർ ചെയ്യുക. ഇതുപോലെ 8 പാർട്ടാക്കിയിട്ട് 5 പാർട്ട് കളർ ചെയ്താൽ മതി. ഇതുപോലെ ഇത് മൊത്തം 8 പാർട്ട് അല്ലേ, 8 അല്ലേ ഉള്ളത് ഒരു റെക്റ്റാങ്കിളിന് 8 പാർട്ടാക്കി അതിൽ 5 പാർട്ട് മാത്രം കളർ ചെയ്യാം. 5/8 ഇത് ഫുള്ളാണ്, ഇത് ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഇനി ചോദിക്കുന്നത് ഇതെന്താണെന്നാണ്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്ട് ഇൻ ദ ഫിഗർ? ഇത് ഫുള്ളാണ്, ഫുള്ളും പിന്നെ ഇതിൽ 8ൽ 1 2 3 പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 3/8, 1 ഫുള്ളും 3/8 ഫ്രാക്ഷനും. സം ഫ്രാക്ഷണൽ ഫോംസ് ആർ ഗിവൺ ഇൻ കോളം 1 ആൻഡ് അതർ കോളം ഓഫ് ദ സെയിം ആർ ഗിവൺ ഇൻ കോളം 2. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കിയാൽ മതി. ഇതിനെ 8/3നെ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം 8/3ക്ക് നമുക്ക് മാച്ചായിട്ട് കിട്ടിയിട്ടുള്ളത് ഏതാണ്? 8/3 2 2/3 ആണ്. അപ്പോൾ ഇവിടെ 2 × 3 ഇത് ഇൻഡ് ചെയ്യുക. 2 × 3 6, മുകളിലത്തെ നമ്പർ ആഡ് ചെയ്യുക 2. അപ്പോൾ 8/3, അപ്പോൾ 8/3. അങ്ങനെ ഇങ്ങോട്ടും നോക്കിയാൽ മതി. ഇനി 1/2 എന്ന് പറയുന്നത് 1 × 2 2 ആണ്. 2 + 1 3/2, ഇതാണ് ആൻസർ വരിക. ഇനി ലാസ്റ്റ് 2/4 എന്നുള്ളത് 1/2ൻ്റെ വേറൊരു ഫോമാണ്, 1/2ൻ്റെ വേറൊരു ഫോമാണ് 2/4. ഇവിടെ 2/3ക്ക് സെയിം ആയിട്ടുള്ളതില്ല. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ. 5 മിനിറ്റ് 300 സെക്കൻഡ്, 3/4 ഹവേഴ്സിനെയാണ് 45 മിനിറ്റ് എന്ന് പറയാം. Saira left from home to school at 9 AM. She reached school 15 minutes before 10 o'clock. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് 15 minutes before 10 o'clock എന്ന് പറയുമ്പോൾ 9:45 സ്കൂളിലെത്തിയത്. അറ്റ് വാട്ട് ടൈം ഡിഡ് ഷീ റീച്ച് സ്കൂൾ? 9:45 AM. ഷീ റിട്ടേൺഡ് ഫ്രം സ്കൂൾ അറ്റ് 15 minutes past. ഷീ റിട്ടേൺഡ് ഫ്രം സ്കൂൾ അറ്റ് 15 minutes past 4 in the evening. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൾ വീട്ടിലെത്തിയത്. അപ്പോൾ 4:15 അവൾ വീട്ടിലെത്തി. 4:15 വീട്ടിലെത്തിയിട്ടുണ്ട്. ഹൗ മച്ച് ടൈം ഷീ സ്പെൻഡ് ഇൻ സ്കൂൾ? ഹൗ മച്ച് ടൈം ഡിഡ് ഷീ സ്പെൻഡ് അറ്റ് സ്കൂൾ? അപ്പം നമുക്ക് 9:45 അവൾ എത്തിയിട്ടുള്ളത്. 9:45 to 10:45 1 hour. പിന്നെ 11:45, 12:45, 1:45, 2:45, 3:45 ആകുമ്പോഴത്തേക്ക് 6 hours ആയി. പിന്നെ 4:15 ആണ്. 4:15 എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹാഫ് അവറും കൂടി ഉണ്ട്. അപ്പോൾ അത് 6.5 hours. January 1st of the year is Monday. Sees the following statement about some other dates of the year.
ജനുവരി 30 ഈസ് മൺഡേ. നമുക്ക് ജനുവരി 1 മൺഡേ ആണെങ്കിൽ ജനുവരി 8 അല്ലെങ്കിൽ ജനുവരി 8, 15, 22, 29 മൺഡേ ആയിരിക്കും. 29 മൺഡേ ആണെങ്കിൽ ഒരിക്കലും 30 മൺഡേ ആവില്ലല്ലോ, അപ്പോൾ അത് റോങ് ആണ്. പിന്നെ 26 ഈസ് ഫ്രൈഡേ. 26 ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 21, 8 അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 7 ആഡ് ചെയ്ത് പോയാൽ മതി. 1, 8, 15, 22, 29 മൺഡേ ആണ് വരിക. 29 മൺഡേ ആണെങ്കിൽ 28 സൺഡേ ആണ്, 27 സാറ്റർഡേ ആണ്, 26 ഫ്രൈഡേ ആണ്. 26 ഫ്രൈഡേ എന്നുള്ളത് കറക്റ്റാണ്. ജനുവരി 13 ഈ സെക്കൻഡ് സാറ്റർഡേ. ജനുവരി 13 ഈ സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ നമുക്കറിയാം ജനുവരി 1 കഴിഞ്ഞ് അവിടെ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉണ്ടാവും. പക്ഷെ 13 ആണോ നമ്പർ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 1 നോക്കിയാൽ നിങ്ങൾക്കറിയാം 1, 15, 1, 8, 15 ഒക്കെ മൺഡേ ആണ്. 15 മൺഡേ ആണെങ്കിൽ 14 സൺഡേ ആയിരിക്കും, 13 സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഫെബ്രുവരി 1 ഈ സാറ്റർഡേ. ഫെബ്രുവരി 29 മൺഡേ ആകുമ്പോൾ 30 ട്യൂസ്ഡേ ആണ്, 31 വെനസ്ഡേ ആണ്. പിന്നെ 1 എന്ന് പറയുന്നത് ഫെബ്രുവരി 1 എന്താണ് സാറ്റർഡേ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റോങ് ആൻസറാണ്. അപ്പോൾ സെക്കൻഡും തേർഡും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ സി. നീല ഹാഡ് 108 സ്വീറ്റ്സ് ആൻഡ് മിയ ഹാഡ് 92 സ്വീറ്റ്സ്. ദേ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ദ സ്വീറ്റ്സ് ഫോർ ഈച്ച് ടു സം ഓഫ് ദെയർ ഫ്രണ്ട്സ്. 4 വീതമാണ് രണ്ടുപേരും കൊടുക്കുന്നത്. ഒരാളുടെ കയ്യിൽ 108, മറ്റേ കയ്യിൽ 92 ആണുള്ളത്. ടു ഹൗ മെനി പീപ്പിൾ ഡിഡ് നില ഗിവ് സ്വീറ്റ്സ് ഷി ഹാഡ്. അവളെ കയ്യിലുള്ളത് എത്ര പേർക്ക് കൊടുത്തു എന്നറിയാം. 108 ഡിവൈഡ് ബൈ 4 27 ആണ് കിട്ടുക. ഹൗ മെനി പീപ്പിൾ ഡിഡ് നില ആൻഡ് മിയ ഗിവ് സ്വീറ്റ് ടുഗദർ. രണ്ടാളും കൂടെ കൊടുത്തത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 108 + 92 എന്ന് പറഞ്ഞാൽ 200 ആണ്. 200നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ 108ന് 4 പേർക്ക് കൊടുത്ത 27, അതുപോലെ തന്നെ 92ന് 4 പേർക്ക് കൊടുത്ത 23യും കിട്ടും. അങ്ങനെ 23യും 27നും ആകുമ്പോൾ 50 കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് 2, 4, 5 ആൻഡ് 10 വിത്തൗട്ട് റിമൈൻഡർ. ഇപ്പോൾ ഇവിടെ 1-2 കണ്ടീഷൻസ് പറഞ്ഞതിൽ 2, 4, 5, 10. 5ഉം 10ഉം 0 ഉള്ള നമ്പർ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ വരിക എന്നത്. 4ഉം 25 വരില്ല, കാരണം 0, 10 ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് 0 വരുന്നത് മാത്രമേ 10 കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ എന്ന് സങ്കല്പിക്കാം. പിന്നെ 5ഉം 10ഉം വരുന്നത്, 5ഉം 10ഉം വരുന്നത് നോക്കിയാൽ ഇവിടെ 5, 0 വരുന്നത് കൊണ്ട് 5ഉം 10ഉം പറ്റും. പിന്നെ ഈവൺ നമ്പർ 0 ഈവൺ നമ്പറിൽ വരുന്നതാണ്, അപ്പോൾ 2 കൊണ്ട് പറ്റും. പിന്നെ 4 നോക്കണ്ടു. 4 ലാസ്റ്റ് 30 വരുമ്പോൾ ഒരിക്കലും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 44ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ലാസ്റ്റ് 2 നമ്പേഴ്സാണ് നോക്കുക കേട്ടോ. 4 കൊണ്ട് നോക്കാൻ ലാസ്റ്റിലത് 2 നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. വലിയ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 40 അബോവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 കൊണ്ട് ഇപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയുക, അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. അപ്പോൾ 30 എന്തല്ല 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇതാണ് ഓപ്ഷനിൽ വരിക. ഇത് ക്വസ്റ്റ്യൻ 4 ഹാസ് 2 പാർട്സ്, 4A and 4B. ആൻസർ എനി വൺ. The picture below is a shape made by joining squares with sides 1 cm each. അപ്പോൾ 1 cm വെച്ചിട്ടുള്ള സ്ക്വയേഴ്സ് ആണ് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ? അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. Figure 2 and 3 are shape made of 2 similar figures put together. രണ്ടും ഒരേ ഇതിലാണ് അതിൻ്റെ പെരിമീറ്റർ കാണാം. അപ്പോൾ ഇതിൻ്റെ ആകുമ്പോൾ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരും. ഇതിൻ്റെതാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സെൻറ്റിമീറ്റർ വരും. വിച്ച് ഓഫ് ദ ഷേപ്പ് ഹാസ് ദ ലാർജസ്റ്റ് പെരിമീറ്റർ? ഫിഗർ 3 ആണ് ലാർജസ്റ്റ് പെരിമീറ്റർ വന്നിട്ടുള്ളത്, 2 മോർ. അപ്പോൾ ഇവിടെ 10 ഇവിടെ 12, ഇതിന് 2 കൂടുതലാണ് പെരിമീറ്റർ. പക്ഷേ സ്ക്വയേഴ്സിൻ്റെ എണ്ണമൊക്കെ കറക്റ്റാണ്, പക്ഷേ അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് അതിൻ്റെ പെരിമീറ്റർ മാറ്റമുണ്ടാവും. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഫിഗർ 3? ഇതിൻ്റെ ഏരിയ കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 1 വരും, കാരണം ഇത് 1 ഇത് 1, അപ്പോൾ 1 × 1 1 തന്നെ വരും. അപ്പോൾ എല്ലാം ഇങ്ങനെ 5 ഉള്ളത് കൊണ്ട് തന്നെ 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ ആ ഫിഗറിനനുസരിച്ചിട്ട് എന്ത് വരും? എത്ര എണ്ണം ഉള്ളത്? 1, 2, 3, 4, 5. 5 ഉള്ളതുകൊണ്ട് 5 cm സ്ക്വയർ ആണ് ഏരിയ വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എമംഗ് ദ റെക്ടാങ്കിൾ വിത്ത് ദ സെയിം പെരിമീറ്റർ ദാറ്റ് the one that has equal length and breadth has the largest area? അതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തത്
വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ. അതിൻ്റെ പെരിമീറ്റർ കാണുമ്പോൾ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 6 + 4 10, അതുപോലെ 6 + 4 10 20 വരും. ഏരിയ എന്ന് പറയുമ്പോൾ 6 × 4 24. The figure below is the remaining part after cutting 4 squares 1 centimeter side from the 4 corners of the rectangle given above. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 1 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ എല്ലാ ഭാഗത്തുനിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നതാണ് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ, വാട്ട് ഈസ് ദ ഏരിയ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ എന്താണ്, ഇത് കംപ്ലീറ്റ് 4 ആണ്. ഇത് കംപ്ലീറ്റ് 4ൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തത് നോക്കിയത് 1 ഇവിടെ 2. അപ്പോൾ ഇത് മൊത്തം എന്താണ് വന്നിട്ടുള്ളത്, ഇത് മൊത്തം വന്നത് 4 ആണ്. ഇത് ഇവിടുന്ന് 1 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് 1 2 ഇത് 2 ആണ് ഉണ്ടാവുക. 3 4 അത് കറക്റ്റ് ആ നമ്പറായിട്ട് വരും. ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പോൾ നോക്കിയാൽ 1 2 2 2 4 5 6 ഇവിടെ 6 വരും. അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി 6 ആണുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊന്നും മാറ്റം വരുന്നില്ല. ഇവിടെ അപ്പോൾ എന്താ 4 ആയിട്ട് വരും. കാരണം 4 5 6 ഇവിടെ വരുന്നതിൽ 2 3 4 ആ ഒരു കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇവിടെ ഇപ്പം 6 ഉള്ളത് ഇവിടുന്ന് ഇത്ര വരെ 4 വരും. ഇവിടുന്ന് ഇത്ര വരെ 4, ഇത് 4 ആയിരിക്കും. ഇത് 2 ആണ്, ഇത് 2 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് 20 ആണ് കിട്ടുക. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ, വാട്ട് ഈസ് ദ ഏരിയ. ഏരിയ വരുന്നത് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. കാരണം ഈ ഒരു ഫിഗർ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഒരു ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കട്ട്. ഇപ്പോൾ ഇത് 2 × 1. ഇവിടെ ഇപ്പോൾ ഒന്ന് ഇവിടുന്നും കട്ട് ചെയ്താൽ ഇവിടെയുള്ളതിന് 2 × 1 2 ആണ് ഏരിയ വരിക. ഇവിടെയും 2 ആണ് ഏരിയ വരിക. ബാക്കി ഇത് ഇങ്ങോട്ട് 4, ഇത് ഇങ്ങോട്ടേക്ക് 4. അപ്പോൾ ഒരു സ്ക്വയർ വരും. 4 × 4 16. അങ്ങനെ ടോട്ടൽ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ വിത്ത് 1 സെൻറ്റിമീറ്റർ 1 ഈച്ച് സൈഡ്. 4 × 1 = 4 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ഉള്ളതാണ്. ദ ഫോളോയിങ് ഗ്രാഫ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ജെൻഡർ ഓഫ് ചിൽഡ്രൻ ഓഫ് ക്ലാസ് 5th A ഓഫ് കണിയപുരം UP സ്കൂൾ ഫോർ മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങളതിൻ്റെ നമ്പർ നോക്കിയിട്ട് എയിൽ 9 ആണ് ചിൽഡ്രൻ ഉള്ളത്. അതുപോലെ ബിയിൽ 11 ഉണ്ട്, സിയിലെ നമ്പർ 4, അങ്ങനെ ഡിയിലെ നമ്പർ 3, അങ്ങനെ നോക്കിയിട്ട് ഇയിലെ നമ്പർ 2. അപ്പോൾ ഇവിടെയുള്ള ആൻസറിൽ ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് A ഗ്രേഡ്. അപ്പോൾ ഗ്രേഡ് നോക്കിയിട്ടുള്ളത് ഡീറ്റെയിൽസ് ഓഫ് ഗ്രേഡ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രേഡ്സിൽ A ഗ്രേഡ് കിട്ടിയത് 9 പേരാണ്. വിച്ച് ഗ്രേഡ് ഇട്ടിട്ട് മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ഗോട്ട് B ഗ്രേഡ്. കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത് B ഗ്രേഡാണ്, 11 പേർക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ഗോട്ട് A ഗ്രേഡ് ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ഗോട്ട് B ഗ്രേഡ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് A ഗ്രേഡ് 9ഉം B ഗ്രേഡ് 11ഉം ആണ്. അപ്പോൾ 2 വ്യത്യാസം വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ഗോട്ട് D E ഗ്രേഡ്സ്. അപ്പോൾ മോർ ദാൻ ദോസ് ഹൂ ഗോട്ട് C ഗ്രേഡ്. C ഗ്രേഡിനേക്കാളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോർ ദാൻ ദോസ് അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ടോട്ടൽ നമ്പർ ചിൽഡ്രൻ ഗോട്ട് D E ഗ്രേഡ് മോർ ദാൻ ദോസ്. അതായത് ഡിയും E ഗ്രേഡ് ഹൂ ഗോട്ട് C ഗ്രേഡ്. രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് C ഗ്രേഡിനേക്കാളും കൂടുതലാണെന്നുള്ളതാണ്. റൈറ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ ബിലോ. നിങ്ങൾ അതിനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഫിഗർ നോക്കിയിട്ട്. ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് 140 / 35. അവോയ്ഡിങ് ദ കോമൺ ഫാക്ടേഴ്സ്. റൈറ്റ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 140 ആൻഡ് 35. ഇവിടെ നമുക്ക് 140നെ 20 × 7 എഴുതാം. അതുപോലെ 35നെ 7 × 5 എന്ന് എഴുതാം. ആ സെയിം നമ്പർ 7 കട്ട് ചെയ്താൽ 20 / 5 = 4 ആണ് ആൻസർ കിട്ടുക. അതിൽ 140യും 35ലും കോമൺ ആയിട്ട് വരുന്നതിൽ 7ഉം 5ഉം കോമൺ ആണ്. കാരണം 20ൽ 4 × 5 20ൽ 5 ഉണ്ട്. 7 കോമൺ ആണ്. 140ലും 35ലും 7 ഉണ്ട്. 5 ഇവിടെയുണ്ട്, 20ലും 5 ഉണ്ട്. അതുകൊണ്ട് 7ഉം 5ഉം കോമൺ ഫാക്ടറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഡിവൈഡ് 12 8/4 ആൻഡ് ആഡ് ദ ക്വസ്റ്റ്യൻസ്. അതാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.